ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. എല്ലാവരും ഈ കറിയൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കശുവണ്ടി വെച്ചിട്ടുള്ളൊരു കറിയാണ്. കശുവണ്ടി മൂക്കണതിൻ്റെ മുന്നേ, പഴമൊക്കെ ആവില്ലേ അതിൻ്റെ മുന്നേയുള്ള പിഞ്ച് അണ്ടിയില്ലേ അതെടുത്തിട്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പരിപ്പെടുത്തിട്ട് കറി വെക്കണതാണ്. മസാലക്കറിയാണ് കേട്ടോ വെക്കണത്, അതല്ലെങ്കിൽ വറുത്തരച്ചും കറി വെക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പറിച്ചെടുത്ത് അതൊന്ന് നന്നായിട്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പരിപ്പാണ് എടുക്കണത്. അപ്പോൾ കീറുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ ആ ഒരു എണ്ണ ഉണ്ട്, ആ എണ്ണ കയ്യിലൊക്കെ ആയാൽ പെട്ടെന്ന് പൊള്ളും. അപ്പോൾ തുണിയൊക്കെ വെച്ചിട്ട് വേണം, നല്ല ശ്രദ്ധിച്ചിട്ട് വേണം അത് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പരിപ്പ്. ഇത് കീറിയെടുത്താലും അതിൻ്റെ ഉള്ളിൽ ആ പരിപ്പ് പെട്ടെന്ന് കിട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിലൊരു തൊലിയുണ്ട്, ആ തൊലിയും കൂടെ കളഞ്ഞിട്ട് വേണം ഉള്ളിൽ ആ പരിപ്പ് കിട്ടണമെങ്കിൽ. അപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് കുറേ സമയം വേണം ഈ കശുവണ്ടി കീറിയെടുക്കാൻ വേണ്ടിയിട്ട്. രണ്ട് തക്കാളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ 2 സബോളയും 2 പച്ചമുളകും, പിന്നെ കഴുകി എടുത്ത കശുവണ്ടി റെഡിയാക്കി വെച്ച കശുവണ്ടി ഉണ്ട്. കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഈ സബോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. മീറ്റ് മസാലയാണ് ചേർക്കണം, അല്ലെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി എന്ത് ചേർത്താലും കുഴപ്പമില്ല. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പ്രധാനമായിട്ടും ചേർക്കേണ്ടത്. അതിന് ശേഷം കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കുക. നന്നായി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഗ്രേവി നല്ല വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതല്ലാതെ നമുക്ക് വറുത്തരച്ച് കറിയും വെക്കാം. മസാലക്കറി ആയിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് കുറച്ച് വെള്ളമായിട്ട് വയ്ക്കുകയും ചെയ്യാം. ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ശരിക്കും നോൺ വെജ് കറിയുടെ അതേ ഒരു മണവും ടേസ്റ്റും എല്ലാം ആണ്. അപ്പം നിങ്ങൾക്ക് ഈ കറികളൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.